ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനിവിടെ ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാണ്. മിക്കവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ലിഥിയം ബാറ്ററിയിൽ സോൾഡറിങ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അതിൽ സ്പോട്ട് വെൽഡാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനും ഇവിടെ ഒരു സ്പോട്ട് വെൽഡിംഗ് മെഷീൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കും ഇനി മുതൽ സ്പോട്ട് വെൽഡ് ചെയ്യാനായിട്ട് ലിഥിയം ബാറ്ററിയിൽ. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് കൂടുതലായിട്ടും ഹിന്ദി യൂട്യൂബ് ചാനലുകളിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നോക്കിയാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു കമൻറ്റിലൂടെയും അതുപോലെ മെസ്സേജിലൂടെയും അറിയിക്കുന്നൊരു കാര്യം കൂടിയായിരുന്നത് ഇങ്ങനെയുള്ള സ്പോട്ട് വെൽഡിംഗ് മെഷീൻ ഉണ്ടാക്കാവുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ എടുത്തേക്കുന്നത് 6 കപ്പാസിറ്ററും അതുപോലെ 4 ഡയോഡുമാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 25 വോൾട്ട് 4700 UF-ൻ്റെ 6 കപ്പാസിറ്ററാണ്. ഒരു കപ്പാസിറ്ററിന് 25 രൂപ വെച്ചാണ് ആയത്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് 12 വോൾട്ട് 3 ആമ്പിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ് എടുത്തേക്കുന്നത്. ഇത് അഹൂജയുടെ ചെറിയൊരു ആംപ്ലിഫയറിൽ നിന്ന് എടുത്ത ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഇങ്ങനത്തെ 12 വോൾട്ട് 3 ആമ്പിയറിൻ്റെ പുതിയ ട്രാൻസ്ഫോമറാണ്. ഏകദേശം 300-310 ആ റേഞ്ചിൽ കിട്ടും കടയിൽ നിന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററിയിൽ സോൾഡിങ്ങിന് പകരം ഇങ്ങനെയുള്ള ഷീൽഡ് ഉപയോഗിച്ച് സ്പോട്ട് വെൽഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിന്നിവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സ്പോട്ട് വെൽഡിംഗ് മെഷീൻ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കൂടുതലായിട്ട് ചെയ്തേക്കുന്നത് ഹിന്ദിക്കാരാണ്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതുപോലെ ചെയ്ത വർക്കിംഗ് ആണോ എന്ന്. അപ്പം വീഡിയോ ഓവറായിട്ട് വലിച്ചു കിട്ടുന്നില്ല. ഞാനിവിടെ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ 2 വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ 12 വോൾട്ട് AC ഔട്ട്, ഈ ഒരു ഔട്ടിൽ നമ്മൾ റെക്ടിഫയർ ഉണ്ടാക്കി കണക്ട് ചെയ്തിട്ടുണ്ട്. റെക്ടിഫയർ ഉണ്ടാക്കാൻ 6 ആമ്പിയറിൻ്റെ 4 ഡയോഡാണ് ഉപയോഗിച്ചേക്കുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ 12 വോൾട്ട് AC ഔട്ട്പുട്ട് DC ഔട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റെക്ടിഫയർ ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കാണുന്ന 6 കപ്പാസിറ്റർ ഇത് എല്ലാം പാരലായിട്ട് കണക്ട് ചെയ്ത് ഇത് കൂടി കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ പുതിയ 6 കപ്പാസിറ്ററും വാങ്ങിയിട്ടുണ്ട്. എല്ലാം 25 വോൾട്ട് 4700 UF-ൻ്റെ ആണ്. അതുപോലെ നമ്മളിതിൻ്റെ ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ SMBCൻ്റെ ഒരു ക്യാബിനറ്റാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഈ ഒരു ക്യാബിനറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പുഷ് ഓൺ സ്വിച്ചും പിന്നെ വോൾട്ടും ആമ്പിയറും കാണിക്കുന്ന ഡിജിറ്റൽ മീറ്റർ, ഇതൊക്കെ നമ്മൾ വേറൊരു വീഡിയോ കൊണ്ട് സെറ്റ് ചെയ്തതായിരുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോ പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് ഷോർട്ട് ആകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്ന ഒരു സർക്യൂട്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ക്യാബിനറ്റ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നോക്കിയാൽ മതി, ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. അതുപോലെ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സ്പോട്ട് വെൽഡിംഗ് മെഷീൻ്റെ പ്രോബായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മൾട്ടിമീറ്ററിൻ്റെ പ്രോബാണ്. അപ്പോൾ ഇതും ചില വീഡിയോസിലൊക്കെ ഇങ്ങനെയുള്ളത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്ന സ്പോട്ട് വെൽഡിംഗ് മെഷീൻ ഓക്കെ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിച്ചേക്കുന്നത്. ഈ ഒരു പ്രോബിൻ്റെ ഈ ഒരു സൂചി പോലുള്ള സാധനത്തിൽ ചെറിയ വയറാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു വയർ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇപ്പം 1.5-ൻ്റെ കോപ്പർ വയറാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. തീരെ വണ്ണം കുറഞ്ഞ വയറുണ്ടെങ്കിൽ നമ്മളിതുപോലെ ചെയ്യുന്ന സമയത്ത് ആ ഒരു വയർ കത്തിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ നിലവിലിട്ടേക്കുന്നത് 1.5-ൻ്റെ കോപ്പർ വയറാണ്. അപ്പോൾ ഈ ഒരു പ്രോബിലേക്ക് നമ്മൾ പുതിയ വയറൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഈ രീതിയിലായിരുന്നു. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു ഇത് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഇവിടെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ റെക്ടിഫയർ കണക്ട് ചെയ്തു. റെക്ടിഫയറിൻ്റെ ഔട്ടിൽ നമ്മൾ 6 കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കപ്പാസിറ്ററിൻ്റെ അതിൽ നിന്ന് തന്നെ നമ്മൾ 2 വയറോട് കണക്ട് ചെയ്ത് അതിലാണ് മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് കണക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇതെല്ലാം നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് കറണ്ടിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു പ്ലെയറിൽ ഇങ്ങനെ ഷോർട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സ്പാർക്കും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പ്ലെയറിൽ പ്രോബ് ഉപയോഗിച്ച് ഷോർട്ട് ചെയ്ത ഈ പോയിൻറ്റ് അവിടെ ചെറിയ രീതിയിൽ തുളയൊക്കെ വേണ്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിയിൽ ഷീൽഡ് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാറ്ററിയിൽ ആ ഷീൽഡ് ബെൽറ്റായിട്ട് പിടിക്കുന്നുണ്ടോ എന്ന്. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 3 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമറാണ്. ഈ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമ്മളിങ്ങനെ സ്പോട്ട് വെൽഡ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ ആമ്പിയർ കൂടിയ ട്രാൻസ്ഫോമറോട് വെച്ച് നോക്കും ഓക്കെ ആവുമെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ ബാറ്ററിയും ഷീൽഡും എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒന്ന് സ്പോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ബാറ്ററിയിൽ ഇങ്ങനെ സ്പോട്ട് വെൽഡ് നോക്കിയിട്ട് സംഗതി പരാജയമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഷീൽഡിലേക്ക് സ്പോട്ട് ചെയ്തപ്പം ഇതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഇങ്ങനെ തുള പോലെ വന്നിട്ടുള്ളൂ. മറു സൈഡിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം വന്നിട്ടില്ല ഈ ഷീൽഡിൽ. അപ്പോൾ ഇവിടെ നമ്മൾ 3 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചായിരുന്നു നമ്മൾ ചെയ്ത് നോക്കിയത്. ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ മാറ്റിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ആമ്പിയർ കൂടി ട്രാൻസ്ഫോമർ വെച്ച് നോക്കാം. അതുപോലെ വീഡിയോസിൽ കാണിക്കുന്നത് പോലുള്ള സ്പോട്ട് വെൽഡിംഗ് മെഷീൻ ഉണ്ടാക്കിയിട്ട് ബാറ്ററിയിലൊന്നും സ്പോട്ട് വെൽഡ് അങ്ങനെ അധികം കാണിക്കാറില്ല.
അവർ കൂടുതലും കാണിക്കുന്ന ബ്ലേഡിലേക്കാണ്. ബ്ലേഡിൻ്റെ 2 പീസാണ് ഇതുപോലെ സ്പോട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നെങ്കിൽ ഒട്ടിപ്പിടിക്കും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. അതും കൂടി ഒന്ന് ഡെമോ പോലെ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 ചെറിയ പീസ് ബ്ലേഡിൻ്റെ പീസ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പോട്ട് ചെയ്ത് നോക്കാം. അതുപോലെ ഞാൻ കുറച്ചും കൂടി ആംബിയർ കൂടിയ ട്രാൻസ്ഫോമർ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടിൽ നമ്മൾ റെക്ടിഫയർ കണക്ട് ചെയ്ത് റെക്ടിഫയറിൻ്റെ ഔട്ടിൽ നമ്മൾ ഫിൽറ്റർ കപ്പാസിറ്ററെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ബ്ലേഡിൻ്റെ 2 സൈഡിൽ നിന്ന് നിങ്ങളുടെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട്. വലിയൊരു ബലമായി ഒന്നും പറയാൻ പറ്റില്ല, ചെറിയ രീതിയിൽ ഒട്ടിപ്പിടിച്ചു അത്രേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്താലും നമുക്ക് ബാറ്ററിയിലൊന്നും വിജയമായിട്ട് ചെയ്യാൻ പറ്റില്ല. ബാറ്ററി വീണ്ടും ഡാമേജ് ആവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്ലേഡൊക്കെ ഇങ്ങനെ കത്തി ദ്രവിച്ച പോലെയാണ് ആയിപ്പോയേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആയിട്ട് കാര്യമില്ല. വേണമെങ്കിൽ നമുക്കൊരു ഉടായ്പ് വീഡിയോ പോലെയൊക്കെ ചെയ്ത് വേണേൽ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും. പക്ഷേ ഇതുകൊണ്ട് കാര്യമില്ല. ഇനി ആംബിയർ കൂടിയത് വെച്ച് നമ്മളിങ്ങനെ സ്പോട്ട് വെൽഡ് ചെയ്താലത്തെ പ്രശ്നം കൂടി കാണിച്ചു തരാം. നമ്മളിങ്ങനെ കുറച്ച് നേരം ഇതിലേക്ക് ഇങ്ങനെ വെക്കുമ്പം ഇതിങ്ങനെ പഴുത്ത് വരും. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പം ഇവിടെ തുരുമ്പ് കയറാൻ തുടങ്ങും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്ത പോലത്തെ സ്പോട്ട് വെൽഡിംഗ് മെഷീനൊക്കെ ഉണ്ടാക്കി വെറുതെ സമയം കളയേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ചെയ്ത് നോക്കാം. പിന്നെ ഞാനിവിടെ മൾട്ടിമീറ്ററിൻ്റെ ഈ ഒരു പ്രോബ് ഉപയോഗിച്ചാണ് ഇവിടെ സ്പോട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്നത്. അതിൻ്റെയും ചെറിയൊരു പോരായ്മയുണ്ട്. പിന്നെ സ്പോട്ട് വെൽഡിൻ്റെ ചെറിയ സർക്യൂട്ട് ബോർഡുകളൊക്കെ മേടിക്കാൻ കിട്ടും. 1000-ന് മുകളിൽ എന്തോ ആണ് അതിൻ്റെ വില. അത് ഞാൻ മേടിച്ച് ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല, ഓക്കെ ആണോന്നും. എന്തായാലും ഈ രീതി ചെയ്ത് നോക്കിയിട്ട് പരാജയമാണ്. ബ്ലേഡിങ്ങിനെ കത്തി ഒട്ടി വരുന്നുണ്ട്, പക്ഷേ അത് വലിയൊരു ബലത്തിൽ നല്ല ഒട്ടിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ സ്പോട്ട് വെൽഡ് ചെയ്തേക്കുന്ന ബാറ്ററിയിലൊക്കെ നോക്കിയാലും കാണാം ഇതുപോലെ കത്തി ഉരുകിയ പാടുകളൊന്നും അതിനകത്തില്ല. അതൊക്കെ നല്ല ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടാക്കിയാലും വലിയൊരു ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ട് ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക് വല്ലപ്പോഴൊക്കെയുള്ള ലിഥിയൻ ബാറ്ററിയുടെ ഉപയോഗം വരുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ മുടക്കിയ ഒരു സ്പോട്ട് വെൽഡ് മെഷീൻ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് നമുക്ക് സോൾവ് ചെയ്ത് തന്നെ ഉപയോഗിച്ചാൽ മതി ബാറ്ററി. അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതുപോലെ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർക്കുവാണ്. ഈ കാണുന്ന 5.1 ഓഡിയോ കിറ്റാണ്. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റുള്ള സാധനമാണ്. ഇതിന് ഏതാണ്ട് 5000-ന് മുകളിലാണ് വില. കസ്റ്റം ഡിസൈനിൽ ആംപ്ലിഫയറൊക്കെ ഉണ്ടാക്കുന്നവർ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ വയർ കിറ്റ് അതുപോലെ റിമോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ഞാനിവിടെ ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ സാധനങ്ങളെല്ലാം മേടിക്കുന്ന ഷോപ്പിൽ കണ്ടതാണ്. തൊടുപുഴ കിഷോർ ഇലക്ട്രോണിക്സിലാണ് ഇതെല്ലാം ഉള്ളത്. ഈ കാണുന്ന ഈ ഒരു ബോക്സിൻ്റെ കൂടെ ഉള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ, വലിയ ഡിസ്പ്ലേ ആണ്. പിന്നെ ഈ കാണുന്ന പവർ ബാങ്കിൻ്റെ ബോർഡാണ്. ഇതിന് 280 രൂപയാണ്. 20000 mAh പവർ ബാങ്ക് ബോർഡാണ്. ഇതിൻ്റെ വില കുറഞ്ഞ ബോർഡുകളുണ്ട്. പിന്നെ പലതരത്തിലുള്ള ആംപ്ലിഫയർ ബോർഡുകൾ 2.1 ആംപ്ലിഫയർ ബോർഡിനൊക്കെ ആകുമ്പം 260 രൂപയാണ്. പിന്നെ കുമാർ ഓഡീസിൻ്റെ 100 വാട്ട്സ് ആംപ്ലിഫയർ ബോർഡിന് 750 രൂപയാണ്. അപ്പോൾ ആംപ്ലിഫയർ ഉണ്ടാക്കാനുള്ള A to Z സാധനങ്ങൾ ഈ ഷോപ്പിൽ കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തൊടുപുഴയുള്ള കിഷോർ ഓഡിയോസ് ഈ ഒരു ഷോപ്പിൽ വന്നാൽ മതി. ഇതാണ് ഷോപ്പിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.